അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുൽഹിജ്ജയുടെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന്. വലിയ നിഅമത്ത് കിട്ടിയ ദിവസമാണ് ഇന്ന്. ലോകത്തിൽ ഏറ്റവും വലിയ നിഅമത്ത്, അതിനെ മറികടക്കുന്ന ഒരു നിഅമത്ത് ലോകത്തില്ല. അതാണ് അന ഉലിത്തു ഫീഹി, ഞാൻ തിങ്കളാഴ്ച ദിവസമാണ് ജനിച്ചത് എന്ന് മുത്തായ ഹബീബ് പറഞ്ഞ, ഹബീബിൻ്റെ ജന്മം കൊണ്ട് പുളകിതമായ ദിവസമാണ് തിങ്കളാഴ്ച. ദുൽഹിജ്ജയുടെ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. ഇന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഈ അദ്ഭുത ദിക്ർ ഒരു വട്ടം ചൊല്ലി നോക്ക്, ജീവിതം തന്നെ മാറി മറിയും. അത്ഭുതങ്ങൾ സ്വപ്നത്തിലൂടെ കാണാൻ സാധിക്കുന്ന അത്ഭുതകരമായ ദിക്റിനെ കുറിച്ചാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാരണം തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഹബീബിൻ്റെ ജന്മം കൊണ്ട് തന്നെ അത്ഭുതകരമായ ദിവസമാണ്. അതിലേറെ ദുൽഹിജ്ജയുടെ തിങ്കളാഴ്ച, അള്ളാഹു ദുനിയാവിൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസമാണ്. അതിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ്. എന്തുകൊണ്ടും അത്ഭുതമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഈ ഒരു ദിക്ർ നാം ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന ഗുണം, നേട്ടമെന്ന് പറയുന്നത്, ഒന്നാമത് നാം ഈ ദിക്ർ ചൊല്ലുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യം ഈ ദിക്ർ ചൊല്ലുന്ന ഇടത്ത് ഉണ്ടാകും. ഈ ദിക്ർ ചൊല്ലും നമ്മുടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇജാബത്തുണ്ടാകും. ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ ദുആകൾ അള്ളാഹു കബൂലാക്കട്ടെ. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നസ്ർ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിജയം നമുക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല, മിസ്ല സബ്ദുൽ ബഹർ, അതായത് സമുദ്രത്തിൻ്റെ കുമിളകൾ, സമുദ്ര നൊരകൾ എത്രയാണോ അത്രത്തോളം ദോഷം നീ ചെയ്തവനാണോ, പേടിക്കണ്ട, ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്തിക്കോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തീർച്ചയായും നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടും. മാത്രമല്ല, ഈ ദിവസം നാം ഈ ദിക്ർ നാം ചൊല്ലുകയാണെങ്കിൽ ഈമാനോടുകൂടി, ഈമാനിനൊരു പവർ, ഈമാൻ എന്ന് വ്യതിചലിക്കാതെ ഹിദായത്തിലൂടെ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമെന്നാണ്. ലാ യദ്കുറൂന അഹദൻ വലാ അഹദ, ഒരാളെയും ഓർക്കാത്ത ഒരു ദിവസമാണല്ലോ നമ്മുടെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന മീസാനിൻ്റെ അരികിലുള്ള ഒരു ദിവസം. ആ സമയത്ത് മീസാനിൽ നമ്മുടെ അമലുകൾക്ക് ഭാരം കിട്ടാൻ, മീസാൻ നമുക്ക് രക്ഷപ്പെടാൻ, നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ നന്മ മുൻതൂക്കമാകാൻ പറ്റിയ ഒരു ദിക്റും കൂടിയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നേരിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചതാണ്. അള്ളാഹുവാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇത് അറിയിച്ചു കൊടുക്കുന്നത്. അത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാം ഈ ദിക്റിനെ കുറിച്ച്, ഈസാ നബി അലൈഹിസ്സലാമിനോട് ഈ ദിക്റിനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ, അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അതിന് കണക്കില്ല, അത്രയും വലിയ പ്രതിഫലം കിട്ടുന്നതാണ് എന്നാണ്. കാരണം അത്രയും വലിയ ഒരു ദിക്റാണ്. നമുക്കിത് ദുൽഹിജ്ജ 10 വരെ നമുക്കിത് കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുൽഹിജ്ജയുടെ പ്രധാനപ്പെട്ട, അതായത് ഇന്നത്തെ ആദ്യത്തെ തിങ്കളാഴ്ച, എൻ്റെ പ്രിയമുള്ളവരെ, നാം ഈ ദിക്ർ കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എല്ലാവിധ ഖൈറും സന്തോഷവും എല്ലാവിധ അള്ളാഹുവിൻ്റെ നസ്റും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നമ്മുടെ ദുആക്ക് അള്ളാഹുവിൻ്റെ ഇജാബത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത്രയും
ഏറെ ശ്രേഷ്ഠമായ ദിക്റിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് ദുൽഹിജ്ജ 10 വരെ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ദിക്ർ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ പറയാൻ വളരെ എളുപ്പമുള്ളതാണ്. 2 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നമുക്ക് വളരെ റാഹത്തോടു കൂടി ഇത് പറയാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്റിൻ്റെ ഓരോ വിഷയങ്ങൾ നോക്കൂ. ഈ ദിക്റിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ ദിക്ർ നാം ചൊല്ലിയാൽ നമ്മുടെ സ്വപ്നത്തിൽ തന്നെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ദർശിക്കാൻ സാധിക്കുമെന്നാണ്. അത്ഭുതങ്ങൾ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് കാണാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവരവരുടേതായ പണ്ഡിതന്മാർ ദിക്റിനെ കുറിച്ച് പഠിച്ച് അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവത്തെ കിതാബിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ ദിക്റിൻ്റെ ഹക്ക് ജാവറുത്തുകൊണ്ട് നമ്മുടെ സർവ്വ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ജിബ്രീൽ പഠിപ്പിച്ച ദിക്ർ ഇങ്ങനെയാണ്. ജിബ്രീൽ ദുൽഹിജ്ജ 10 വരെ ചൊല്ലേണ്ട ദിക്റാണിത്. ദിക്ർ എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു إلها واحدا أحدا صمدا لم يتخذ له صاحبة ولا ولدا أشهد أن لا إله إلا الله وحده لا شريك له أحد صمد لم يلد ولم يولد ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي وهو حي لا يموت بيده الخير وهو على كل شيء قدير حسبي الله وكفى سميع الله لمن دعا ليس وراء الله منتهى. വളരെ എളുപ്പമാണ് എൻ്റെ പ്രിയമുള്ളവരെ. ഇൻഷാ അല്ലാഹ് ഒരു വട്ടമെങ്കിൽ ചൊല്ലണം. ഒന്നും കൂടി ഇൻഷാ അല്ലാഹ് നമുക്കത് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാഹൻ വാഹിദൻ أحدا صمدا لم يتخذ له صاحبة ولا ولدا أشهد أن لا إله إلا الله وحده لا شريك له أحد صمد لم يلد ولم يولد ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير حسبي الله وكفى سميع الله لمن دعا ليس وراء الله منتهى. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.